കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിൽ വെല്ലുവിളിയുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. എത്ര വേണമെങ്കിലും പണിമുടക്ക് നടത്തിക്കോളൂ. സ്വകാര്യ ബസ് പണിമുടക്കുള്ള റൂട്ടുകളിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തും. പണിമുടക്കുന്ന ബസ്സുകളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. നിതിൻ സേവ്യർ, ഇവിടുത്തെ മത്സര ഓട്ടം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ പലതവണയുള്ള ഇടപെടലുണ്ടായി. ആ മത്സര ഓട്ടം തടയുന്നതിന് വേണ്ടി നടപടിയെടുത്തു. ആ നടപടി കർശനമായിട്ട് എടുക്കാൻ തീരുമാനിച്ചതാണ്. കാരണം മത്സര ഓട്ടവും ഹോണടിയും സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരളത്തിലെ ട്രാൻസ്പോർട്ടിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തു. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. 2 തവണ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കം, സിറ്റി പോലീസ് കമ്മീഷൻ അടക്കം, റോഡ് സേഫ്റ്റി കമ്മീഷൻ അടക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓൺലൈനിൽ അവരെ വിളിച്ചു. അവരുടെ മന്ത്രി എന്ന നിലയിൽ അവർ എന്നോടാണ് ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം സാർ എന്ന് ചോദിച്ചാൽ കൈയും കെട്ടി നോക്കിയിരുന്നാൽ മതി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർശനമായ നടപടി സ്വീകരിച്ചു. ഇന്നലെ അതിൻ്റെ പേരിൽ കൊച്ചിയിൽ പ്രൈവറ്റ് ബസ്സുകാർ മിന്നൽ പണിമുടക്ക് നടത്തി. മിന്നൽ പണിമുടക്ക് നടത്തിയ എല്ലാ വണ്ടികളുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ വണ്ടികളുടെ റൂട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ ആ റൂട്ടുകളിൽ KSRTC ബസ്സുകൾ ഓടും. ബസ് എത്തിയിട്ടുണ്ട്. KSRTC ബസ് ഓടിക്കും. ആർക്ക് വേണമെങ്കിലും സമരം ചെയ്യാം. 600ഓളം KSRTC ബസ്സുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനുള്ള ഡ്രൈവറെയും കണ്ടക്ടറെയും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വണ്ടികൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സമരം വേണമെങ്കിൽ ഇന്നും തുടരാം. നിങ്ങൾ സമരം ചെയ്തോളൂ. എത്ര ബസ് സമരം ചെയ്യുന്നു അത്രയും KSRTC ബസ്സുകൾ കൊച്ചി നഗരത്തിലേക്ക് ഇന്നും നാളെയായിട്ട് എത്തും. നിങ്ങൾക്ക് ഒരു ആശങ്കയില്ല. വണ്ടി വന്നു തുടങ്ങി. എത്ര വണ്ടി വന്നു എന്ന ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ റൂട്ടാണ് അവർ ഏറ്റെടുത്തതെന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ സമരം ചെയ്തവരെ മുമ്പിൽ KSRTC ബസ് ഉണ്ടാകും. പിൻവലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ബസ് സർവീസൊക്കെ ഒരു അവശ്യ സർവീസാണെന്നിരിക്കെ പെടുന്നതിന് ഉണ്ടാകുന്ന ഈ മിന്നൽ പണിമുടക്കുകൾ യാത്രക്കാരെയൊക്കെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി ഈ പണിമുടക്ക് നടത്തുന്ന സ്വകാര്യ ബസ് ഉടമകളെ ഒരു തരത്തിൽ ചാലഞ്ച് ചെയ്യുന്നതും അതിനെതിരെ പ്രതികരിക്കുന്നതും. നടപടി ഉണ്ടാകുമോ ഇതിൽ? തീർച്ചയായും ഇന്നലെയാണ് ഇത്തരത്തിൽ കാക്കനാട് സ്വകാര്യ ബസ് ഉടമകൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു ഈ മേഖലകളിൽ. പ്രത്യേകിച്ച് ഇവർ എയർഹോൺ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അമിത വേഗത്തിൽ പോകുന്നുണ്ടോ, ഡ്രൈവർമാർ യൂണിഫോം ഉപയോഗിക്കുന്നുണ്ടോ, മദ്യപിക്കുന്നുണ്ടോ തുടങ്ങിയ വലിയ തോതിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഈ പരിശോധനകൾ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. ഇതിന്റെ പേരിലാണ് സ്വകാര്യ ബസ്സുകൾ ഇന്നലെ മിന്നൽ പണിമുടക്ക് നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു സാഹചര്യത്തിലും ഇത്തരം പരിശോധനകൾ പിൻവലിക്കില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഇന്നലെ തന്നെ KSRTC ബസ്സുകൾ ആവശ്യത്തിന് ഈ പണിമുടക്ക് നടത്തുന്ന ബസ്സുകളുടെ സർവീസ് നടത്തുന്ന റൂട്ടുകളിലെല്ലാം തന്നെ ഇന്നലെ രാത്രിയോട് തന്നെ KSRTC ബസ്സുകൾ എത്തിച്ചിട്ടുണ്ട്. ഈ റൂട്ടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഇന്ന് മുതൽ KSRTC ബസ്സുകൾ ഈ റൂട്ടുകളിലൂടെ ഓടുമെന്നാണ് മന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ ഈ പണിമുടക്ക് നടത്തുന്ന ബസ്സുകളുടെ എല്ലാം തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവരുടെ ലിസ്റ്റ് തയ്യാറാക്കും. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഒപ്പം 600ഓളം ബസ്സുകൾ ഇത്തരത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും ഏതൊരു സാഹചര്യം വന്നാലും ഈ ബസ്സുകൾ ഇറക്കുമെന്നും KSRTC ബസ്സുകൾ ഈ റൂട്ടുകളിലൂടെ ഓടുമെന്നും അവശ്യ സർവീസ് ഒരു തരത്തിലും പിൻവലിക്കില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് ആവശ്യമുള്ള സർവീസിന് എതിര് നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അവർക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.